സുഹൃത്തുക്കളെ, ഒരു സൂക്തമുണ്ട്, മഹാമാലുക്യ സൂക്തം. ഈ സൂക്തത്തിൽ ഭഗവാൻ പറയുന്നത് 1 മുതൽ 7ാമത്തെ ധ്യാനം വരെ നമ്മൾ ഏത് ധ്യാനത്തിൽ നിൽക്കുകയാണെങ്കിലും ഒന്നുകിൽ നമ്മൾ അർഹന്തരാകും, അല്ലെങ്കിൽ അനാഗാമിയാവും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉദാഹരണമായിട്ട് 1ാമത്തെ ധ്യാനത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ധ്യാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ 5 സ്കന്ധങ്ങളെ, അതായത് ശരീരം, അതേപോലെ തന്നെ മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ, വിജ്ഞാൻ, സംഖ്യ, വേദന, സംസ്കാരം, ഇത് ദുഃഖമാണ്, അതേപോലെ തന്നെ കഷ്ടകരമാണ്, അനിത്യമാണ്. ഈ രീതിയിൽ നമ്മൾ അതിനെ കണ്ടതിന് ശേഷം, അതിനെ ഉപേക്ഷിച്ചതിന് ശേഷം, എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ധർമ്മത്തിൻ്റെ രാഗം അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ ആനന്ദം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അനാഗാമിയാവും, അല്ലെങ്കിൽ നമ്മൾ അർഹന്തരാകും. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാഗത്തിൻ്റെ സുഖം, അതേപോലെ തന്നെ പ്രീതി, നമ്മൾ അതിൽ ആനന്ദിക്കുകയാണ്, അതിൽ രാഗം കൊള്ളുകയാണ് എങ്കിൽ നമ്മൾ അർഹന്തനാവില്ല, അനാഗാമി വരെയാകും. പക്ഷേ അതിൽ രാഗമില്ല, അതിൽ ആനന്ദമില്ല, നമ്മൾ അതിനെയും ഉപേക്ഷിച്ചു എങ്കിൽ അർഹന്തനാകും.